സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അപ്പം ഇതൊരു നവരത്ന കമ്പനിയാണ്. ഗവൺമെൻറ് ഓഫ് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു നവരത്ന പബ്ലിക് സെക്ടർ കമ്പനിയാണ് സോളാർ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സോ ഇതിൽ നിന്നാണ് പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് നമ്മൾ റെഗുലർ പൊസിഷനാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ജനറൽ മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. സോ ഇതിന് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ജനറൽ കാൻഡിഡേറ്റ് ആണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BA അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ 60% റിലേറ്റഡ് ആയിട്ടുള്ള CGP ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എസെൻഷ്യലായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 22 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സെക്കൻഡ് വന്നിരിക്കുന്നത് മാനേജർ ഫിനാൻസിലേക്കാണ്. സോ അതൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട് 70,000 മുതൽ 2 ലക്ഷം വരെയാണ് സാലറി. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ 2 വർഷത്തെ MBA കംപ്ലീറ്റ് ചെയ്തിരിക്കണം, 60% മാർക്ക് ഉണ്ടായിരിക്കണം. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് 7 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഫീൽഡിലായിരിക്കണം നിങ്ങൾക്ക് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. മൂന്നാമത് വിളിച്ചിരിക്കുന്നത് സീനിയർ അക്കൗണ്ടൻറ്റ് ഓഫീസറാണ്. സോ അതിന് വന്നിരിക്കുന്ന 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. STക്ക് ഒരു വേക്കൻസി, OBC NCL കാറ്റഗറിക്ക് ഒരു വേക്കൻസി, അങ്ങനെ 2 വേക്കൻസി വന്നിരിക്കുന്നു. ക്വാളിഫിക്കേഷൻ CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ 2 വർഷത്തെ MBA പഠിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് 1 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ എക്സിക്യൂട്ടീവ് പൊസിഷൻ എന്നും പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് സീനിയർ അക്കൗണ്ടൻറ്റ് ഓഫീസറാണ്. സോ ഇതിന് വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് EWS കാറ്റഗറിക്ക് റിസർവ്ഡ് ആണ്. ഇവിടെ CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ 2 വർഷത്തെ ഫുൾ ടൈം MBA പഠിച്ചിരിക്കണം വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. സോ പിന്നീട് ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 1 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ പിന്നീട് വിളിച്ചിരിക്കുന്ന ജൂനിയർ അക്കൗണ്ടൻറ്റ് സെക്ഷനിലേക്കാണ്. സോ 2 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഒരു വേക്കൻസി SC കാറ്റഗറിക്കും ഒരു വേക്കൻസി EW കാറ്റഗറിക്കുമാണ്. സോ ഇവിടെ പാസ് ചെയ്യേണ്ടത് നിങ്ങൾ CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ MCOM അല്ലെങ്കിൽ BCom ഹോണേഴ്സ് എടുത്തിരിക്കണം. സോ BCom എന്ന് പറയുന്ന ഒരു ഹോണേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ BCom ഹോണേഴ്സ് എടുത്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 50% മാർക്കും വേണമെന്നും പറയുന്നുണ്ട്. സോ ഇതിന് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ B ആണ്. സെക്ഷൻ B എന്ന് പറയുന്നത് ഫിക്സഡ് ടൈം എക്സിക്യൂട്ടീവ് പൊസിഷനാണ്. റെഗുലർ ആയിട്ടുള്ള ഫിക്സ് ഒരു ടൈം വെച്ചിട്ടായിരിക്കും. ഇവിടെ 3 വർഷം അല്ലെങ്കിൽ അഡീഷണൽ 2 ഇയേഴ്സ് എന്നും പറയുന്നുണ്ട്. പ്രോജക്റ്റ് ബേസിസിലാണ്. സോ ഇത് വന്നിരിക്കുന്നത് സീനിയർ എഞ്ചിനീയറാണ്. സോ 50,000 നിങ്ങൾക്ക് കിട്ടുന്ന പെർ മന്ത് സാലറി. 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറലാണ്. BA അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെങ്കിലും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സെക്ഷൻ C ആണ്. സെക്ഷൻ C എന്ന് പറയുന്നത് സീനിയർ കൺസൾട്ടൻറ്റ് പൊസിഷനിലേക്കാണ്. സോ ബിസിനസ് ഡെവലപ്മെൻറ്റിലേക്ക് 1,25,000 നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം. 9 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. BA അല്ലെങ്കിൽ BTech ഇൻ ഡിഗ്രി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ CA അല്ലെങ്കിൽ MBA പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. CA MBA എന്ന് പറയുന്നത് ഫിനാൻസിലായിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ എക്സ്പീരിയൻസ് മോർ ദാൻ 20 ഇയേഴ്സ് ഔട്ട് ഓഫ് വിച്ച് 10 ഇയേഴ്സ് ഇലക്ട്രിക്കൽ ഓർ വർക്ക്സ് ഓൺ ഡിസൈൻ എന്നും പറയുന്നുണ്ട്. സോ മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് ഇതിലേക്ക് പ്രിഫറൻസ് കിട്ടുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇത്രയാണ് വിളിച്ചിരിക്കുന്നത്. സോ പൊസിഷൻസ് വരുന്നത് 9 പൊസിഷൻസ് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നതെന്ന് ഓർത്തിക്കുക. ഇനി ഏജ് ലിമിറ്റ് ഓരോ കാറ്റഗറി ബേസിസിലോ ഏജ് ലിമിറ്റ് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. സോ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസിന് ഒരു പ്രത്യേകതയുണ്ട്. റെഗുലർ പൊസിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയാണ് ഈ ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. അതേപോലെ തന്നെ 600 രൂപ ഫോർ റെഗുലർ സൂപ്പർവൈസറി പൊസിഷൻ. ഓരോ സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ഫിക്സഡ് ടൈം പൊസിഷനാണ്. ഫിക്സഡ് ടൈം പൊസിഷനിൽ 500 രൂപ നിങ്ങളുടെ ഫിക്സഡ് ടൈം എക്സിക്യൂട്ടീവ് പൊസിഷൻ സെക്ഷൻ E ടേബിൾ 1 സീരിയൽ നമ്പർ 1ലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 500 രൂപയാണ് എക്സാമിനേഷൻ ഫീസ് വരുന്നത്. ഇനി കൺസൾട്ടൻറ്റ് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് ഇല്ലയെന്ന് ഓർത്തിരിക്കാം. ഇനി മെയിനായിട്ടൊരു കാര്യം നോക്കുക, SC ST എക്സ് സർവീസ്മെൻ PW കാൻഡിഡേറ്റിനൊന്നും എക്സാം ഫീസ് ഇല്ല. ഇത് ജനറൽ കാറ്റഗറിക്ക് വരുന്ന ഫീസുകളാണ്. SC ST എക്സ് സർവീസ്മെൻ PW കാറ്റഗറിക്ക് എക്സാം ഫീസ് ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ പാക്കേജ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. ഇതെങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ അവർ റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ GD അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബേസിസിലായിരിക്കും നിങ്ങളെ അവർ
തിരഞ്ഞെടുക്കുന്നതെന്ന് ഓർത്തിരിക്കാം. ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 23/2/2026 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് നോക്കുക 23/3/2026 ക്ലോസ് ചെയ്യാൻ ഓർത്തിരിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ഈ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നവർ അപ്ലൈ ചെയ്യുക. നല്ലൊരു മിനിസ്ട്രി എന്നാണ് വിളിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.